അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹജ്ജ് മാസമാണ്. ആ ഹജ്ജിൻ്റെ ആദ്യത്തെ 10 ആ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദുനിയാവിലെ ദിവസങ്ങളിൽപ്പെട്ട ദിവസമാണ്. അതിൽ സൂറത്തുൽ ഹജ്ജ് എന്ന ആ അധ്യായം പാരായണം ചെയ്താൽ, അത് ഈ മാസത്തിൽ ചെയ്താലും മറ്റുള്ള മാസങ്ങളിൽ ചെയ്താലും അതിന് വണ്ണമായ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അനുവദിച്ച് തരുകയാണ്, നമുക്ക് ഓഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ യാസീൻ സൂറത്തിൻ്റെ അത്ര തന്നെ ആയത്തുകളുള്ള ആ സൂറത്തുൽ ഹജ്ജ് നാം ഒരിക്കലെങ്കിലും പാരായണം ചെയ്യാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മാത്രവുമല്ല, ആ സൂറത്തുൽ ഹജ്ജിലെ 44 മുതൽ 46 വരെയുള്ള ആയത്തുകൾ, ആ ആയത്തുകൾ ശത്രുവിനോടുള്ള നമുക്ക് ശത്രുവിനോടുള്ള ഭയം, ആ ഭയത്തിൽ നിന്ന് നമ്മളെ ശത്രുക്കൾ കൈകാര്യം ചെയ്യും എന്ന തരത്തിലുള്ള ഒരു ഭയമുണ്ടെങ്കിൽ, നമുക്ക് വല്ല ശത്രുതയും ആരെങ്കിലും നമ്മളോട് ഉണ്ടെങ്കിൽ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ ശത്രുക്കൾ അവരുടെ വഴിക്ക് മാറിപ്പോകാനും ഉതകുന്ന തരത്തിൽ അതിന് സഹായിക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഒരു 3 ആയത്തുകൾ കൂടി ഈ സൂറയിൽ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ ആ സൂറയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ, പാരായണത്തിൻ്റെ സുജൂദ് ചെയ്യൽ, അത് 2 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അതുകൊണ്ട് തന്നെ ആ ഹജ്ജ് സൂറത്ത് ഓതിയാലുള്ള പ്രാധാന്യം നാം അറിഞ്ഞുകൊണ്ട് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വണ്ണമായ പ്രതിഫലം അത് ചെയ്യാൻ, ആ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ആവേശം നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ ഹജ്ജി, ആരെങ്കിലും ഹജ്ജ് സൂറത്ത് ഓതിയാൽ ഉഅ്തിയ മിനൽ അജ്രി കഹജ്ജത്തിൻ ഹജ്ജഹാ വഉംറത്തിൻ ഇഅ്തമറഹാ ബിഅദദി മൻ ഹജ്ജ വഅ്തമറ ഫീമാ മളാ വഫീമാ ബഖിയ. ഈ നാളിതുവരെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഹജ്ജ് ചെയ്തവരുടെ പ്രതിഫലം, നാളിതുവരെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് 40 തവണ നടന്നുപോയി ഹജ്ജ് ചെയ്ത മഹാനാണ്. അങ്ങനെ ഇനി ആഖിറുസ്സമാനിൽ ഖിയാമത്ത് നാളിൽ ആ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്ന അവസാനത്തെ കുട്ടിയെ വരെ എത്ര ആളുകൾ അതിന് ഹജ്ജ് ചെയ്യാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടോ. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം അതാ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇബ്രാഹിം നബിയെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, ഇനി വരാനുള്ളവരും അല്ലാത്തവരുമായ മുസ്ലിമീങ്ങളെ ഹജ്ജിന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ, നബിയെ അള്ളാഹുവെ, ഈ മരുഭൂമിയിൽ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? വിളിക്കുന്ന ജോലി മാത്രമേ നിങ്ങൾക്കുള്ളൂ, അത് കേൾപ്പിക്കുന്ന ജോലി എൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്ന രംഗം, ഫഅദ്ദിൻ ഫിൽ ഹജ്ജി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ പ്രവാചകർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നു. ആ വിളി കേട്ടത് എത്രയോ അർവാഹുകൾ വാപ്പമാരുടെ മുതുകുകളിലായി ആ വിളി കേട്ടുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ആ വിളി കേട്ട ഭാഗ്യം അവിടെ നിന്നുകൊണ്ട് ലബ്ബൈക്ക പറഞ്ഞവർ ദുനിയാവിൽ വരുമ്പോൾ, അവർ ഈ ദുനിയാവിൽ ജനിച്ചു വീണാൽ മരിക്കുന്നതിന് മുമ്പ് ആ ലബ്ബൈക്കയും ചൊല്ലി പരിശുദ്ധമായ ഹറമിലേക്ക് പോകും. അപ്പോൾ വാപ്പമാരുടെ മുതുകളിലായി, ഉമ്മമാരുടെ ഗർഭാശയങ്ങളിലായി ഇരുന്നു കൊണ്ട് ആ അർവാഹുകൾ വിളിയേറ്റ് ലബ്ബൈക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ആ ഹജ്ജിന് അവിടെ എത്തും. ഏതൊരു സാഹചര്യത്തിലും, ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹു വിധിച്ചതാണെങ്കിൽ അവിടെ എത്തും. പണ്ട് കാലത്ത് ഒരു വഅലിൻ്റെ സദസ്സിൽ ഒരു വല്യുമ്മ തൻ്റെ കൊച്ചുമകളെയും കൊണ്ടുപോയി വഅല് കേട്ടു. ആ വഅലിനൊക്കെ പോകുന്ന പായയും അതുപോലെ തന്നെ തലങ്ങണിയും ഒക്കെ ആയിട്ടാണ് അന്ന് ഹജ്ജിന് പോകുന്നത്, വഅലിന് പോകുന്നത്. അങ്ങനെ ആ വഅലിൻ്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആ വഅല് പറയാൻ വന്ന ഉസ്താദ് ദുആ ചെയ്തു, പടച്ചവൻ ഞങ്ങൾക്ക് ഹജ്ജിനുള്ള അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന്. ഈ വല്യമ്മയുടെ മടിയിലിരുന്ന കൊച്ചുകുട്ടി ആമീൻ പറഞ്ഞു. ആ വല്യമ്മയുടെ മടിയിലിരുന്ന കൊച്ചുകുട്ടി അവസാനം അവർ വലുതായതിനു ശേഷം തീരെ പ്രതികൂല സാഹചര്യത്തിലും അവർ ഹജ്ജിന് പോയി എന്ന് പഴമക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ
അള്ളാഹു വിധിച്ചതാണെങ്കിൽ, എത്ര പണമില്ലാത്തവനാണെങ്കിലും ആ ഭൂമിയിൽ എത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അങ്ങനെ ആരൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ നാളിതുവരെ ഉംറ ചെയ്തിട്ടുണ്ടോ, അതാണ് മൻ ഹജ്ജ വഅതമറ ഫീമാ മള വഫീമാ ബഖിയ. അബൂ സഊദ് പോലെയുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമുക്കിതിൻ്റെ മഹത്വം കാണാവുന്നതാണ്, വായിക്കാവുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ ഹജ്ജ് നാം പാരായണം ചെയ്യണം എന്ന് മാത്രമല്ല, 44 മുതൽ 46 വരെ വരുന്ന ആയത്തുകൾ ശത്രുഭയത്തിന് നല്ലതാണ്, ശത്രുഭയത്തിനെതിരെ നമുക്ക് പരിഹാരത്തിന് നല്ലതാണ്. അതിപ്രകാരം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 44-ാമത്തത് ആയത്ത് നിങ്ങൾ എടുത്തു വെക്കുക, ഖുർആനിൽ എടുത്തു വെക്കുക. 44 മുതൽ 46 വരെ അത് അടയാളം ചെയ്യുക. എന്നിട്ട് അത് എന്നോടൊപ്പം ഒന്ന് പാരായണം ചെയ്യാൻ പരിശ്രമിക്കുക. എന്നിട്ട് അത് ദായിമായി ഓതാനുള്ളൊരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأصحاب مدين وكذب موسى فأمليت للكافرين ثم أخذتهم فكيف كان نكير. മദിയൻ നിവാസികളും അവിശ്വസിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മദിയൻ നിവാസികളും അവിശ്വസിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അവിശ്വസിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെ അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വകുദ്ദിബ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും വന്നിട്ട് പ്രബോധനത്തിൻ്റെ പ്രഭാതങ്ങളിൽ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അവർ അവിശ്വസിച്ചിട്ടുണ്ട്. ഫഅംലൈതു ലിൽ കാഫിരീൻ, ഞാൻ അവിശ്വാസികൾക്ക് കുറച്ച് സമയം നീട്ടിക്കൊടുക്കുകയാണ്. സുമ്മ അഖൽതുഹും ഫകൈഫ കാന നകീർ, പിന്നെ ഞാൻ അവരെ പിടികൂടി, അപ്പോൾ എൻ്റെ പ്രതിഷേധം എങ്ങനെയുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരുപാട് ശിക്ഷകൾ ഒരുപാട് സമൂഹത്തിന് അല്ലാഹു ഇറക്കിക്കൊടുത്തുണ്ട്. ആകാശത്ത് നിന്ന് ഘോരമായ ശബ്ദം വന്നിട്ട് തകർന്നടിഞ്ഞു പോയ ആദ് സമൂഹവും അതേപോലെ സമൂദ് സമൂഹത്തെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കാലഘട്ടത്തിൽ വലിയ തൂഫാൻ വന്നിട്ട് നശിപ്പിച്ച് കളഞ്ഞ് അവർക്ക് കുറേ സമയം കൊടുത്തതിന് ശേഷം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സമയം കൊടുത്തതിന് ശേഷമാണ് അവരോട് നാം പ്രതികരിച്ചത്. അല്ലാഹ് ചോദിക്കുന്നു, ഫകൈഫ കാന നകീർ, നമ്മുടെ പ്രതിഷേധം എങ്ങനെയുണ്ട്? ആ ഒരു ആയത്താണ് 44-ാമത്തെ ആയത്ത്. വീണ്ടും فكأي من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد. എത്രയെത്ര നാളുകൾ, ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, എത്രയെത്ര നാടുകളാണ്, എത്രയെത്ര നാടുകളെയാണ്, വഹിയ ലാലിമത്തുൻ, ആ നാട്ടിൽ അവർ അക്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഫഹിയ ഖാവിയത്തുൻ, നാം അവരെ നശിപ്പിച്ചു, അവർ അക്രമകാരികളായി ആ നാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ നാം നശിപ്പിച്ച എത്രയെത്ര നാടുകളാണ്. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ, മേൽപ്പുരകളോടുകൂടി വീണടിഞ്ഞു കിടക്കുന്നവത് ഇപ്പോൾ അതിലേക്കൂടെ ചെന്ന് നോക്കിയാൽ അവരുടെ വീടുകളുടെ മേൽപ്പുരകളോടുകൂടി അത് വീണടിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ടോ വബിഇരിൻ മുഅത്തല, ഉപയോഗശൂന്യമായി തീർന്ന എത്രയെത്ര കിണറുകളാണ്. വഖസ്രിൻ മശീദ്, പടുത്തുയർത്തിയ എത്രയെത്ര കോട്ടകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. 44-ാമത്തെ ആയത്തതാണ്. ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമത്തുൻ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ വബിഇരിൻ മുഅത്തലത്തിൻ വഖസ്രിൻ മശീദ്. വീണ്ടും 46-ാമത്തെ ആയത്തിൽ അല്ലാഹ് ചോദിക്കുന്നു, അഫലം യസീറൂ ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഖൂലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ
വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലയോ? അഫലം യസീറൂ ഫിൽ അർള്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലയോ? സഞ്ചരിച്ചിരുന്നെങ്കിൽ ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങളോ, ഔ ആദാനു യസ്മഊന ബിഹാ, കേട്ടറിയാൻ ഉതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. അവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതിയായിരുന്നു. പൂർവകാല സമുദായത്തിന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, അവർക്ക് അല്ലാഹു കൊടുത്ത സമയങ്ങൾ, അതിനുശേഷവും അവർ ലാലിമീങ്ങളായി അക്രമകാരികളായി തുടർന്നപ്പോൾ അവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷകളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലാഹുവിനെ വിശ്വസിക്കാൻ അവരൊന്ന് സഞ്ചരിച്ചിരുന്നുവെങ്കിൽ, ഭൂമിയിലൂടെ അവരൊന്ന് കറങ്ങിയിരുന്നുവെങ്കിൽ, കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാഴ്ചകളും കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കേൾവികളും അവർക്കുണ്ടാകുമായിരുന്നു. എന്നാലോ അല്ലാഹു പറയുന്നു, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. അവരുടെ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത്, അവരുടെ കാതുകൾക്കോ അവരുടെ കണ്ണുകൾക്കോ അല്ല. വലാ തഅമൽ അബ്സാർ, അന്ധത ബാധിച്ചത് അവരുടെ കണ്ണുകൾക്കല്ല. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, അവരുടെ നെഞ്ചും കൂട്ടിലുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിൻ്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്തുകൊണ്ട് അടയാളപ്പെടുത്തുന്നത് ഈ 3 ആയത്തുകൾ ശത്രുക്കളുടെ നേരിടാനുള്ള ആയത്തുകളാണ്. ഖവാസുൽ ഖുർആനിൽ 77-ാമത്തെ പേജിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ഹജ്ജ് നാം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നാളിതുവരെ ഹജ്ജ് ചെയ്ത സർവ്വ ആളുകളും ഇനി ചെയ്യാനുള്ള സർവ്വ ആളുകളുടെയും ഹജ്ജ് ചെയ്തയും ഉംറ ചെയ്തതിൻ്റെ പ്രതിഫലം ഇത് പാരായണം ചെയ്താൽ കിട്ടും. അത് ഈ മാസത്തിലാണെങ്കിലും അല്ലാത്ത മാസത്തിലാണെങ്കിലും. ഇത് സാഹചര്യം കൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകം ഓതിയാൽ നമുക്ക് ഉപകാരമാണ്. നമ്മൾ ഒരുപാട് സൂറത്തുകൾ ദിനേന ഓതുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം നാം ആത്മാർത്ഥമായി അറിഞ്ഞുകൊണ്ട് ഇത് ഓതാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് 10 പേര് ചെയ്യുമ്പോൾ അത് കേട്ട് മറ്റൊരാൾ അത് ആവർത്തിക്കുമ്പോൾ നമുക്ക് ഉപകാരങ്ങൾ കിട്ടുന്നത്, നന്മകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ കൂലി നമുക്ക് ലഭിക്കുന്നത്. നാം പഠിച്ചു വെച്ചത് അത് പ്രചരിപ്പിക്കുക, അത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഈ ഒരു വിവരം മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. അങ്ങനെ അവരും ഇത് പാരായണം ചെയ്യട്ടെ. കാരണം ഇബാദത്ത് കൊണ്ട് ധന്യമാകേണ്ട ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു തആല പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പിന്നെ സത്യം ചെയ്തത് വലയാലിൻ അശ്ർ, 10 രാത്രികളെ കുറിച്ചാണ്. ആ 10 രാത്രികളിൽ ഒരു രാത്രികളിലാണ്, പ്രധാനപ്പെട്ട രാത്രികളിലാണ് നമ്മളുള്ളത്. ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്ന സമയം തന്നെ അൽഹംദുലില്ലാ നിങ്ങൾ ഓതാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഓതുക, അല്ലെങ്കിൽ ആ സാഹചര്യം എത്തുമ്പോൾ പാരായണം ചെയ്യുക, എന്നിട്ട് ദുആ ചെയ്യുക. പടച്ചവനെ, ഇതിൻ്റെയൊക്കെ പ്രതിഫലം കൊണ്ട് ഹജ്ജിന് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, അവൻ ചെയ്ത ഹജ്ജിൻ്റെയും പ്രതിഫലം കിട്ടും. ആ പോയവരാണെങ്കിൽ പോയ ഹജ്ജിൻ്റെയും പ്രതിഫലം കിട്ടും, ഇതുവരെ ചെയ്തവരുടെയും ഇനി ചെയ്യാനുള്ളവരുടെയും ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടും. എന്നിട്ട് ദുആ ചെയ്യുക, റബ്ബേ ഹജ്ജിന് പോകാനുള്ള കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ ഞങ്ങളെ നിൻ്റെ അതിഥികളായി നിൻ്റെ ഭവനത്തിലേക്ക് വരും വർഷങ്ങളിൽ നീ ക്ഷണിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുക. അതേപോലെ പിന്നെ മദാർ മജ്ലിസിനെ ഫോളോ ചെയ്യുക, അതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതേപോലെ ഈ ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ഈമാൻ സലാമത്ത ആകാൻ വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ ദുആ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം ഇതൊരു വലിയ കൂട്ടായ്മയായി അള്ളാഹു മുന്നോട്ട് പോകുന്നത് അള്ളാഹു നമുക്ക് നീട്ടിത്തരുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൽ നമ്മൾ ഈ സൂറത്തുകൾ ഓതുക. അതുപോലെ തന്നെ ഓരോ ദിവസവും ഈ 10 ദിവസത്തിനുള്ളിൽ നാം സൂറത്തുൽ ഫജ്ർ ഈ ഓരോ രാവിലും ഓതണം. സൂറത്തുൽ ഫജ്ർ അത് പ്രത്യേകം പരാമർശിക്കപ്പെട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ്
അത് എണ്ണം നമുക്ക് മനസ്സിൽ വരുന്ന എണ്ണമനുസരിച്ച് സൗകര്യം പോലെ ഡെയിലി ഒരു 200 എണ്ണമെങ്കിലും ചൊല്ലി തീർക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ചെറിയ ആ സൂറത്ത് അതും നാം പാരായണം ചെയ്യണം. അങ്ങനെ നാം നല്ലവരായി നല്ല അമലുകൾ ചെയ്ത് നല്ല നിലക്ക് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചെയ്യുന്ന ഓരോ അമലിനും അള്ളാഹു പ്രതിഫലം തരാതിരിക്കുകയില്ല, അള്ളാഹു തരിക തന്നെ ചെയ്യും. കാരണം അവൻ്റെ അടിമകളിൽ അള്ളാഹുവിലേക്ക് ആരടുത്താലും അത് കാത്തിരിക്കുന്ന, ആ ആരാധനകളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന, അത് സന്തോഷത്തോടെ നോക്കുന്ന, അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പടച്ചവനാണ് നമ്മുടെ പടച്ചവൻ. അല്ലാഹു സുബ്ഹാനഹു തആല ഹജ്ജിന് അറഫയിൽ കൂടുന്ന ജനങ്ങളെ നോക്കിയിട്ട് മലക്കുകളെ ഇവരെയാണോ സൃഷ്ടിക്കരുത് എന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞത് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, വർക്കത്തിലാവട്ടെ, എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.